ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അതിരമ്പുഴ അച്ഛൻ, വന്നു ചേരുവാനിരിക്കുന്ന അഭിമന്യ തിരുമേനി, JC വിശുദ്ധ ഗ്രന്ഥ വായന സമൂഹത്തിൻ്റെ ചുമതലക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സംഘത്തിൻ്റെ മോഡറേറ്റേഴ്സ്, ഇന്ന് ആരംഭിക്കുന്ന വായന സമൂഹത്തിൽ വന്നു ചേരുവാനും വായിക്കുവാനും ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങളെ സംബന്ധിക്കുന്ന ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ ആളുകൾ പരസ്പരം ചവിട്ടത്തക്കവണ്ണം ഏറിയ പുരുഷാരം 10,000-ങ്ങളായി വന്നുകൂടിയപ്പോൾ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. അത് പഴയ ബൈബിൾ സൊസൈറ്റിയുടെ പരിഭാഷയിലെ 1000 ആയി എന്നാണ് അവിടെ പറയുന്നത്. 1000 എന്ന് പറയുമ്പോൾ അത് ലക്ഷങ്ങളിലേക്ക് കടന്നു പോകും. POC ബൈബിളിൽ 1000 എന്നാണ് കാണുന്നത്. അസാധാരണമായ ജനബാഹുല്യത്തെ കാണിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ പറയുമ്പോൾ 10,000-ത്തിലധികം ആളുകൾ അവിടെ വന്നുകൂടി, 10,000-ങ്ങളായി വന്നുകൂടി എന്ന വിശുദ്ധ ഗ്രന്ഥ വ്യത്യാസം നാം മനസ്സിലാക്കണം. ഇനി അടുത്തതായിട്ട് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. പരീശന്മാരുടെ കപടഭക്തിയാകുന്ന പുളിമാവിൽ നിന്ന് നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. കപടഭക്തി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാല് POC ബൈബിളിൽ നമ്മളത് വരുമ്പോൾ കാപട്യമാകുന്ന പുളിമാവ് എന്നാണ് POCയിൽ നാം കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ ബൈബിൾ സൊസൈറ്റി പരിഭാഷയിലും പുളിച്ച മാവായ കപടഭക്തി എന്നാണ് അവിടെ കാണുന്നത്. ഇവിടെ കപടഭക്തി എന്നുള്ളത് പരീശ പ്രമാണിമാരുടെയും ശാസ്ത്രിമാരുടെയും ഒരു വലിയ വികലതകളായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കപടഭക്തി ശീലിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതായിട്ട് തീരും. അതിന് ഉദാഹരണമായിട്ടാണ് കർത്താവ് അവിടെ പുളിമാവ് എന്ന വിശേഷണം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, അല്പം പുളിമാവ് മാവിനെ മുഴുവനായി പുളിപ്പിക്കുകയും അത് ആ മാവിനെ തന്നെ മൊത്തത്തിൽ സ്വഭാവ ഗുണത്തിൽ മാറ്റം വരുത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അവിടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. കപട ഭക്തി എന്നുള്ളത് അല്ലെങ്കിൽ കാപട്യം എന്നുള്ളത് അശേഷം വർജിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ അല്പമായിട്ടുണ്ടേ എങ്കിൽ അത് മൊത്തത്തിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാര്യത്തിൽ കപടഭക്തി കാണിക്കുന്ന മനുഷ്യൻ ക്രമേണ സകലത്തിലും കപട ശൈലികൾ ഉൾക്കൊള്ളുന്നവരാകും. പ്രാർത്ഥനയിലും ആചാരാനുഷ്ഠാനങ്ങളിലും നമ്മുടെ വ്യക്തിക്കെടുത്ത
നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ കപടഭക്തി അശേഷവും ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇനി 3-ാം വാക്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, അന്ധകാരത്തിൽ നിങ്ങൾ പറഞ്ഞത് വെളിച്ചത്ത് കേൾക്കപ്പെടും, മുറിക്കുള്ളിൽ വെച്ച് ചെവികളിൽ മന്ത്രിച്ചവ മട്ടുപ്പാവിൽ നിന്ന് പ്രസംഗിക്കപ്പെടും. അതായത് പഴയ പരിഭാഷയിൽ അത് പറയുന്നത്, ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. അറ എന്ന് പറയുമ്പോൾ അത് ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ അത് ഒരു പറയാം. പക്ഷേ മലയാളത്തിൽ കൂടുതലും അറ എന്ന് പറയുമ്പോൾ അത് ഈ ധാന്യങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജനസമ്പർക്കമില്ലാത്ത ഒരു പ്രദേശമാണ്. അത് അതിൻ്റെ രഹസ്യാത്മകതയെ കാണിക്കുന്നതാണ് അത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, മുറിക്കുള്ളിൽ വെച്ച് ചെവികളിൽ മന്ത്രിച്ചവ. അപ്പോൾ ആ ഒരു വിശേഷണത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മുറിക്കുള്ളിൽ എന്നാണ് പെഷീത്ത പരിഭാഷയിൽ നാം കാണുന്നത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ 2 കാശിന് 5 കുരിലുകൾ വിൽക്കുന്നില്ലയോ എന്ന് പഴയ പരിഭാഷയിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ 1 ആസോറിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലയോ എന്നാണ് കാണുന്നത്. 1 ആസോർ എന്നത് 1 ദീനോറോയുടെ 16 അംശം വരുന്ന ഒരു റോമൻ ചെമ്പ് നാണയമാണ്. അതായത് 1 ദീനോറോ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ അധ്വാന ഫലമാണ്, 8 മണിക്കൂർ. അപ്പോൾ അതിൻ്റെ ഒരംശം, 16 അംശം എന്ന് പറയുമ്പോൾ അത് വളരെ നിസ്സാരമായ ഒരു തുകയാണ്. അതിലെ ആസോർ എന്നുള്ളതിന് പകരമായിട്ടാണ് പഴയ പരിഭാഷയിൽ ഒരു കാശിന് എന്ന് അവിടെ പറയുന്നത്. കാശ് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിച്ചു വന്നിരുന്ന പഴയ ഒരു നാണയമാണ്. ഒരു കാശ് എന്നുള്ളതിനേക്കാൾ സുറിയാനി പശ്ചാത്തലത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ആസോർ. ഇനി അവിടെ മറ്റൊരു കാര്യമുണ്ട്. POC ബൈബിളിലും മറ്റ് ബൈബിളിലും ഒക്കെ നമ്മൾ കാണുന്നത് 2 കാശിന് എന്ന് പഴയ പരിഭാഷയെ കാണുന്നുണ്ട്. POCയിലും 2 എന്നുള്ള വാക്ക് 2 നാണയത്തുട്ടിന് എന്നാണ് POC പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സുറിയാനിയിലെ കൃത്യമായ ആ പദപ്രയോഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ വന്യ ആർച്ച് കോർപ്പിസ്കോപ്പ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു എനിക്കറിഞ്ഞുകൂടാ അച്ഛൻ എങ്ങനെ പറ്റിയതാണ് എന്ന്. സുറിയാനിയിൽ അത് പറഞ്ഞിരിക്കുന്നത് 1 ആസോർ എന്നല്ല, ബത്തറേൻ, ആസിറോൻ. അപ്പൊ അത് 2 ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തറയോൻ എന്ന് പറയുമ്പോൾ, തറീൻ എന്ന് പറയുമ്പോൾ അത് 2 എന്നുള്ള അർത്ഥത്തിലുമാണ് വരുന്നത്. 2 ആസോർ. അത് പരിഭാഷയിൽ വന്ന ഒരു പെശകായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് 10-ാം വാക്യത്തിലാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല എന്ന്
കർത്താവ് അവിടെ പറയുന്നുണ്ട്. മനുഷ്യപുത്രനെതിരായിട്ട് പറയുന്നതൊക്കെ ക്ഷമിക്കപ്പെടുമെന്നാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പറയുന്നത് ക്ഷമിക്കപ്പെടുകയില്ല എന്നവിടെ പറയുന്നതിൻ്റെ കാരണം ഞാനതിൻ്റെ വാക്യാർത്ഥത്തിലെ കുറിച്ച് പറയാനല്ല. ആദിമസഭയിൽ സഭാ പിതാക്കന്മാരായ അപ്പോസ്തലന്മാരുടെയും സഭയുടെ ഉന്നത സ്ഥാനീയരുടെയും വാക്കുകൾ പരിശുദ്ധാത്മാവിൻ്റെ വചനമായിട്ട് തന്നെയാണ് അവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ പല ഭാഗങ്ങളിൽ ആദ്യം നമ്മൾ കാണുന്നത് 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് അനന്യാസും സഫീറായും. അവിടെ പത്രോസ് അവരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായി പറഞ്ഞു എന്നുള്ളത് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 5:3, 7:5, വീണ്ടും 15:28 ഇവിടെയെല്ലാം അപ്പോസ്തലന്മാരുടെ വചനം പരിശുദ്ധാത്മാവിനുള്ള വചനമാണ്. അവരോട് കാണിക്കുന്ന കളവ് പരിശുദ്ധാത്മാവിനെതിരായ കളവായിട്ടാണ് ആദിമ സഭ കണ്ടിരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്ത അനന്യാസും സഫീറായും പത്രോസിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്ന് പറയുമ്പോൾ അവിടെ 2 വിധത്തിലാകാം. ഒന്ന്, പരിശുദ്ധാത്മ പ്രചോദിതമായിട്ട് സ്ലീഹന്മാരും ആദ്യകാല പിതാക്കന്മാരും കൽപ്പിച്ചിട്ടുള്ളതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് ക്ഷമിക്കപ്പെടുകയില്ല. കർത്താവിനെതിരായിട്ട് ചെയ്തതൊക്കെ ക്ഷമിക്കപ്പെട്ടു. മനുഷ്യപുത്രനെതിരായിട്ട് കുരിശിൽ കിടന്ന് കർത്താവ് അവരോട് ക്ഷമിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിന് ശേഷം സഭ സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ കളവ് പറയുന്നതിനെ കൂടുതൽ ശിക്ഷാർഹമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അവിടെ തന്നെ മുന്നോട്ട് വരുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ പഴയ പരിഭാഷയിൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരികൾക്കും മുമ്പാകെ കൊണ്ടുപോകുമ്പോൾ എന്നാണ് അവിടെ കാണുന്നത്. എന്നാൽ സുറിയാനി പുസ്തകത്തിൽ എന്നുള്ള പരിഭാഷയിൽ അങ്ങനെയല്ല അവിടെ കാണുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. അവർ നിങ്ങളെ സംഘാലയങ്ങളിലേക്ക് തലവന്മാരുടെയും അധികാരികളുടെയും മുമ്പിലേക്ക് കൊണ്ടുപോകും. അത് സുറിയാനിയിൽ വളരെ കൃത്യമായിട്ട് അത് ആ ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്കുകളെ ക്നൂശോത്തോ, അപ്പോൾ അത് കുഷ്ഠോ എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോമാണ്. അപ്പോൾ അത് സംഘാലയങ്ങൾ, കൂട്ടം നടക്കുന്ന സ്ഥലങ്ങൾ. ഖ്ദോം റീഷോ, തലവന്മാരുടെ മുമ്പിൽ. ശാലിത്തോനെ, റീഷോ എന്നല്ല, റീഷെ എന്നാണ് തലവന്മാരുടെ. അടുത്തതും ശാലിത്തോനെ, അധികാരികളുടെയും മുമ്പാകെ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അവിടെ പള്ളികൾ എന്നുള്ള പ്രയോഗമില്ല, കോയ്മകൾ എന്ന പ്രയോഗമില്ല, അധികാരികൾ എന്നുള്ളതായ പ്രയോഗം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത 13-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, ആ പുരുഷാരത്തിൽ നിന്ന് ഒരുവൻ തന്നോട് ഗുരു ഞാനുമായി അവകാശം ഭാഗം തീർക്കാൻ എൻ്റെ സഹോദരനോട് പറയണമേ. അവകാശം ഭാഗം ചെയ്യുവാൻ എന്ന് പറയുമ്പോൾ പിതൃസ്വത്ത് എന്ന് POC ബൈബിളിൽ പറയുന്നുണ്ട്. മലയാളം ബൈബിളിൽ അവിടെ വരുമ്പോൾ പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട് ഗുരു ഞാനുമായി അവകാശം
പകുതി ചെയ്യാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അതായത് പിതൃസ്വത്ത് പകുതിയായിട്ട് കിട്ടണമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഭാഗം വയ്ക്കുവാനായിട്ട് പറയണമെന്നാണ്. കർത്താവ് അത് അവിടുത്തെ തുടർന്നാണ് ഈ സമ്പത്തിനെ കുറിച്ചുള്ള ക്രൈസ്തവ വീക്ഷണം പറയുന്നത്. അവിടെ 16-ാം വാക്യത്തിൽ സമ്പത്തിന്റെ ആധിക്യത്തിലല്ല ജീവൻ ഇരിക്കുന്നത് എന്ന് കർത്താവ് പറയുകയും, സമ്പത്തിന്റെ ആധിക്യത്തിൽ അധികാരത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനെതിരായിട്ട് കർത്താവ് 21-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്, തനിക്കായി തന്നെ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ദൈവത്തിൽ സമ്പന്നനാകാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ ഇങ്ങനെയാകുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇന്ന് ലോകം മുഴുവൻ സമ്പത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ ക്രൈസ്തവ സഭകൾ തന്നെ സമ്പത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ കർത്താവിൻ്റെ ഈ വചനം നാം വിസ്മരിച്ചു പോകുന്നു. സമ്പത്തല്ല ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്, ആത്മീകതയാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. ഭൗതികമായിട്ടുള്ള നേട്ടവും ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള കപടഭക്തിയും ഒന്നുമല്ല ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിച്ചാൽ അത് നമ്മുടെ മൊത്തം ഭാവത്തെ കാർന്നു തിന്നുന്നതായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനിയും 22 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട 1-2 ആശയങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അവിടെ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലപ്പെടലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആകുലത എന്നുള്ളത് മലയാളത്തിൽ പല വാക്കുകൾ ഉപയോഗിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിലൊക്കെ വിചാരപ്പെടേണ്ട എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. വിചാരം എന്നുള്ള വാക്കല്ല, ഉത്കണ്ഠ അരുത് എന്നുള്ളതായ വാക്യമാണ് അവിടെ പറയുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. ഉത്കണ്ഠക്കെതിരായിട്ടുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ആകുലതയ്ക്കെതിരായിട്ടുള്ള ഒരു ഉദ്ബോധനമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവിടെ കാക്കയുടെ ഉദാഹരണം പറയുന്നുണ്ട്, അതുപോലെ പനിനീർ പുഷ്പത്തിന്റെ മനോഹാരിതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ നാളെയെക്കുറിച്ചുള്ള അധ്വാനത്തിന്റെ അടിത്തറയിൽ ഉണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും അല്ല അവിടെ പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. ഇനിയും ഇങ്ങനെയുള്ളതായ മനോഭാവങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഡോണ്ട് ബി ഡിസ്ട്രാക്റ്റഡ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വരുന്നത്. ആ ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചും സുരക്ഷിതത്വത്തെക്കുറിച്ചും എന്താണ് നാം ചെയ്യേണ്ടതുള്ളതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ആകുലതയല്ല നമ്മെ നയിക്കേണ്ടത് എന്നുള്ളത് നാം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.